രാവിലെ തുടങ്ങിയ മഴ ഒന്ന് പെയ്ത് തുറന്നിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും മഴക്കാലം ആകുമ്പോൾ ഇത്തിരി വിശപ്പ് കൂടില്ലേ. പുതിയ പുതിയ പരീക്ഷണങ്ങളും ഫുഡുകളും ഒക്കെ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. എനിക്കും അങ്ങനെ ഈ മഴക്കാലത്ത് ഇന്ന് തോന്നിയൊരു ആഗ്രഹം നെയ്യപ്പം തിന്നണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര പൊടിച്ചതുണ്ടായിരുന്നു, അരി ഇരിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ നെയ്യപ്പത്ത് സക്സസ് ആവാത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ടായിരുന്നു. ഇതെനിക്ക് ശരിയാവുമോ, ഒരിക്കൽ ഫ്ലോപ്പായതല്ലേ, എന്നാലും ഗിവപ്പ് ചെയ്യാണ്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. ടാങ് ഇതായിരിക്കുന്നു നമ്മുടെ നെയ്യപ്പം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിനോടുള്ള കൊതി കൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ നോക്കി ബിൻസി എന്തോ പറഞ്ഞ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ് ഡയറക്റ്റ് കയറിയത്. ഫസ്റ്റ് തന്നെ അതിൽ കിട്ടി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് അരി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അരി കുതിർത്ത് കഴുകി വാരി വയ്ക്കുക. അതിനുശേഷം അരി അരയ്ക്കുമ്പോൾ ശർക്കര പാനിയാക്കിയത് കൂട്ടി അരയ്ക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഇടുക. ഇത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന് മുമ്പൊന്നും ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴവും അല്ലെങ്കിൽ പപ്പടവും ഇടാറ്, രണ്ടും ഫ്ലോപ്പായിരുന്നു കേട്ടോ. അതെനിക്ക് കൺസിസ്റ്റൻസി അറിയാത്തത് കൊണ്ടോ ഇനി ഞാൻ അത് സോഡാപ്പൊടി ഇട്ടിരുന്നു, അത് കൂടിപ്പോയത് കൊണ്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല, മൊത്തത്തിലൊരു കല്ല് പോലെ ഉണ്ടായിരുന്നു. എറിഞ്ഞ് പൊട്ടിക്കാൻ 6 അല്ലെങ്കിൽ 4 അടിക്കാൻ പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ അരിയുടെ കൂടെ അരി അരച്ചപ്പോൾ ശർക്കരപ്പാനി, ഏലക്കായ, കുറച്ച് ഗോതമ്പ് പൊടി, എൻ്റെ അടുത്ത് മൈദ ഉണ്ടായിരുന്നില്ല, ഗോതമ്പ് പൊടി, പിന്നെ ഒരു നുള്ളു ഉപ്പ്, അതായത് ശർക്കരപ്പാനി അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് അരച്ചുകൊണ്ടിരുന്നു. കുറച്ച് തരിയൊക്കെ രീതിയിലാണ് അരച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിത് അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നെയ്ക്കകത്ത് തേങ്ങാക്കൊത്ത് വറുത്തിട്ടു. എള്ള് വേണമായിരുന്നു, എള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത് തണുക്കാൻ മാറ്റി വെച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ ശർക്കരപ്പാനി എപ്പോഴും ആറി കഴിഞ്ഞിട്ടാണ് അരയ്ക്കാവുള്ളൂ കേട്ടോ. അതാണ് വേറൊരു കാര്യം കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് വെച്ച് ഞാൻ ഒരു 1:30 ആയപ്പോൾ ഇത് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ചിട്ട് ചേച്ചി സോഡാപ്പൊടി ഇട്ടിരുന്നു. പക്ഷേ ഞാൻ സോഡാപ്പൊടി ഇട്ടിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്ക് ഗട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പകരം ഒരു 3 മണിയായപ്പോൾ 3:50 ആയപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ഇത് പൊങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷേ ഭയങ്കര മഴയതുകൊണ്ട് എനിക്കറിയുന്നത് പൊങ്ങില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ട് ഞാൻ ഇതും നെയ്യ് എടുത്തിട്ട് നെയ്യിൽ കിടന്ന് തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ ഈ ബാറ്ററിൻ്റെ കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എണ്ണ ഒന്ന് ഉണ്ടാക്കി നോക്കാം ശരിയായാലോ എന്ന് കരുതി ഞാൻ എണ്ണ ചൂടാക്കി നിറച്ച്, അത് നമ്മൾ ഡീപ്പ് ഫ്രൈ എന്നൊക്കെ പറ്റില്ല, അതുപോലെ നിറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു കയ്യിൽ നെയ്യപ്പം കോരി ഒഴിച്ചു. സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്, ഒരു മിനിറ്റ്.